നടിമാരുടെ ആരോപണങ്ങൾക്ക് പിന്നാലെ ഞായറാഴ്ച രാവിലെയായിരുന്നു നടൻ സിദ്ദിഖ് താരസംഘടനയായ അമ്മയുടെ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും രാജിവെച്ചത്. പിന്നാലെ ചലച്ചിത്ര അക്കാദമി സ്ഥാനത്ത് നിന്നും നടന്ന സംവിധായകനുമായ രഞ്ജിത്തും രാജിവെച്ചിരുന്നു. പിന്നാലെ വലിയ ചർച്ചകളാണ് ഈ സംഭവം തിരികൊളുത്തിയിരിക്കുന്നത്. തനിക്കെതിരെ നടി ഉയർത്തിയ ആരോപണത്തിന്റെ വെളിച്ചത്തിലാണ് രാജിയെന്നാണ് സിദ്ദിഖ് മാധ്യമങ്ങളോട് പറഞ്ഞത്. വലിയ കോളിളക്കം സൃഷ്ടിച്ച സംഭവത്തിൽ അമ്മയ്ക്കകത്ത് തന്നെ പൊട്ടിത്തെറി നടക്കുകയാണ്. ഈ വേളയിൽ ഇപ്പോഴത്തെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് മോഹൻലാൽ രാജിവെച്ചിരിക്കുന്നു എന്നുള്ള ഒരു വാർത്തയാണ് പുറത്തെത്തുന്നത്. മോഹൻലാൽ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു. മോഹൻലാൽ മുഖ്യമന്ത്രി ഈ വിവരം കത്തിലൂടെ അറിയിച്ചു. മോഹൻലാലിനൊപ്പം എക്സിക്യൂട്ടീവിലെ 17 അംഗങ്ങളും രാജിവെച്ചിട്ടുണ്ട്. അമ്മയെ നവീകരിക്കാനും ശക്തിപ്പെടുത്താനും കെൽപ്പുള്ള പുതിയൊരു നേതൃത്വം അമ്മയ്ക്കുണ്ടാകുമെന്ന ശുഭപ്രതീക്ഷയിലാണ് ഞങ്ങൾ. എല്ലാവർക്കും നന്ദി. വിമർശിച്ചതിനും തിരുത്തിയതിനും എന്നായിരുന്നു മോഹൻലാൽ രാജി അറിയിച്ചുകൊണ്ടുള്ള വാർത്താക്കുറിപ്പിൽ പറഞ്ഞത്. ഇത്രയും പ്രതിസന്ധി നേരിടുന്ന വേളയിലും നിലപാടില്ലാത്തതിലും പ്രതിഷേധിച്ചാണ് പലരും രാജിവെച്ചത്. ഇപ്പോൾ അമ്മയിൽ അംഗമെന്ന് പറയുന്നത് തന്നെ അപമാനമായി മാറുന്നുവെന്നും നിലപാടും നടപടിയും വൈകുന്നതിലുള്ള പ്രതിഷേധ സൂചകമായാണ് പലരും രാജി സമർപ്പിച്ചത്. എക്സിക്യൂട്ടീവ് യോഗം നീണ്ടുപോകുന്നതിലും അമ്മയിലെ ഒരു വിഭാഗത്തിന് അതൃപ്തിയുണ്ട്. നിരപരാധികളെ കൂടി കരിനിഴലിൽ നിർത്തുന്ന നിലവിലെ അവസ്ഥയിൽ ഭാരവാഹികൾ കൂടി ഇതിന് നിൽക്കരുതെന്നും അംഗങ്ങളിൽ ചിലർ ആവശ്യപ്പെട്ടിരുന്നു. ഇതിനോടകം തന്നെ നിരവധി താരങ്ങൾ ഈ വിഷയത്തിൽ പ്രതികരണവുമായി രംഗത്തെത്തിയിരുന്നു. എന്നാൽ അമ്മ പ്രസിഡന്റ് പദവി വഹിക്കുന്ന മോഹൻലാൽ ഇക്കാര്യങ്ങളെല്ലാം മൗനം പാലിക്കുകയാണ് ചെയ്തിരുന്നത്. ഈ വേളയിലാണ് മൗനത്തിന് പിന്നിലെ മോഹൻലാൽ രാജിവെച്ചു എന്നുള്ള വിവരം പുറത്തെത്തുന്നത്. വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ അമ്മ എക്സിക്യൂട്ടീവ് യോഗം ഇന്ന് നടക്കുമെന്ന വിവരവും പുറത്തെത്തിയിരുന്നുവെങ്കിലും അത് പിന്നീട് മാറ്റിവെച്ചു എന്ന് അറിയിക്കുകയായിരുന്നു. മോഹൻലാലിന് യോഗത്തിൽ നേരിട്ട് പങ്കെടുക്കാൻ അസൗകര്യമുള്ളതിനാൽ എക്സിക്യൂട്ടീവ് യോഗം മാറ്റിവെച്ചെന്നാണ് ആദ്യം അറിയിച്ചിരുന്നത്. ഇതിനുശേഷമാകാം ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയെന്നാണ് നിഗമനം. മോഹൻലാൽ ആരെയാണ് ഈ പേടിക്കുന്നത്? കൃത്യമായ ഒരു മറുപടി അദ്ദേഹത്തിൽ നിന്നും ലഭിക്കാത്തത് എന്താണെന്നെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ പലരും ചോദിച്ചിരുന്നു. ജനറൽ സെക്രട്ടറി സിദ്ദിഖ് സ്ഥാനമൊഴിഞ്ഞപ്പോൾ ചുമതല കൈമാറേണ്ട ജോയിന്റ് സെക്രട്ടറി ബാബുരാജും ആരോപണം നേരിലായതോടെയാണ് നേതൃത്വം കൂടുതൽ പ്രതിസന്ധിയിലായിരുന്നത്. പ്രതിച്ഛായയുള്ള വ്യക്തിയെ ജനറൽ സെക്രട്ടറി ആക്കണമെന്ന വാദം ശക്തമായിരുന്നു. തുടക്കം മുതൽ തന്നെ വ്യക്തമായ കാഴ്ചപ്പാടുകളും അഭിപ്രായങ്ങളും വ്യക്തമാക്കിയ ജഗദീഷിനെ ജനറൽ സെക്രട്ടറി ആക്കണം എന്നാണ് ഒരു കൂട്ടർ വാദിച്ചത്. എന്നാൽ രണ്ടാം വരവിൽ ധാരാളം സിനിമകളുള്ള ജഗദീഷിന് സംഘടനാ പദവിയിൽ അത്ര താല്പര്യമില്ല. അമ്മ ആസ്ഥാനം എറണാകുളത്തായതിനാൽ അവിടെ എത്തി പ്രവർത്തിക്കണമെന്നതും അസൗകര്യമാണെന്നത്രേ അദ്ദേഹം അറിയിച്ചിരിക്കുന്നത് എന്നുള്ള വിവരം പുറത്തെത്തുന്നുണ്ട്. മറ്റൊരു വൈസ് പ്രസിഡന്റ് ജയൻ ചേർത്തലയ്ക്കെതിരെ ചില പരാമർശങ്ങൾ വരുന്നതിനാൽ പൊതു സ്വീകാര്യത കുറവാണ്. ഇന്നത്തെ ഈ സാഹചര്യങ്ങളിൽ ജനറൽ സെക്രട്ടറി ഒരു സ്ത്രീയെ നിയമിക്കും എന്ന വാദവും വന്നിരുന്നു.